കൊറിയൻ ഉപദ്വീപ് മേഖലയിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കുവാൻ ഇന്ത്യ. വിദേശ നയതന്ത്രത്തിൽ സുപ്രധാനമായ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി ഉത്തര കൊറിയയുമായുള്ള ബന്ധം വിപുലപ്പെടുത്തുവാനാണ് ഇന്ത്യയുടെ ശ്രമങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 3.5 വർഷമായി അടച്ചിട്ടിരുന്ന ഇന്ത്യൻ എംബസി ഈ മാസം ആദ്യം തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ഉദ്യോഗസ്ഥരും നയതന്ത്ര പ്രതിനിധികളും അടക്കമുള്ള സംഘം എംബസിയിലെത്തി പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് ദി ട്രിബ്യൂൺ റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങൾ ചോർത്തുന്നതിൽ കുപ്രസിദ്ധിയാർജിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. അതിനാൽ തന്നെ വർഷങ്ങളായി അടച്ചിട്ട എംബസിയിൽ എല്ലാ ഉപകരണങ്ങളും എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ച് വിവര ചോർച്ച ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉത്തര കൊറിയയിലേക്കുള്ള അംബാസിഡർ വരുന്ന മാസങ്ങൾക്കുള്ളിൽ ചുമതല ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രതിനിധികളും എത്തും. 2021 എംബസി പ്രവർത്തനം നിർത്തി ഇന്ത്യ ഉദ്യോഗസ്ഥരെ മുഴുവൻ തിരികെ വിളിച്ചിരുന്നത്. കോവിഡ് വ്യാപനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി. എന്നാൽ പിന്നീടുള്ള 3.5 വർഷത്തിനിടെ എംബസി തുറക്കുന്നതിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല. ഇപ്പോഴുള്ള തീരുമാനത്തിന് പിന്നിൽ ഭൗമരാഷ്ട്രീയത്തിലെ മാറ്റങ്ങളാണെന്നാണ് സൂചന. ഉത്തര കൊറിയയുമായുള്ള ബന്ധം നിലവിലെ സാഹചര്യത്തിൽ ഊഷ്മളമായി നിലനിർത്തേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമാണ്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ വികസിപ്പിച്ച ഉത്തര കൊറിയ ആണവായുധമുള്ള രാജ്യം കൂടിയാണ്. ഇന്ത്യയുടെ ബന്ധവൈരികളായ പാകിസ്ഥാനുമായി ഉത്തര കൊറിയയ്ക്ക് നയതന്ത്ര ബന്ധമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇക്കാര്യങ്ങളിൽ സാങ്കേതിക വിദ്യ കൈമാറ്റമുണ്ടാകാതെ നോക്കേണ്ടതും ഇന്ത്യയുടെ ആവശ്യമാണ്. ഇറാൻ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുമായി മാത്രമാണ് കാലങ്ങളായി ഉത്തര കൊറിയയ്ക്ക് മികച്ച ബന്ധമുള്ളത്. ഇന്ത്യക്ക് മികച്ച ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും. ചൈനയുമായുള്ള പ്രശ്നങ്ങൾ രമ്യതയിലെത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്നുമുണ്ടാകുന്നുമുണ്ട്. ഇവരുമായി മികച്ച ബന്ധമുള്ള ഒരു രാജ്യവുമായി നയതന്ത്ര ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാകുന്നുവെന്ന് ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്. ഉത്തര കൊറിയയ്ക്ക് കാലങ്ങളായി വ്യാപാര പ്രതിരോധ ബന്ധങ്ങളുള്ളത് ചൈനയുമായാണ്. എന്നാൽ അടുത്തിടെ റഷ്യയുമായി പ്രതിരോധ ബന്ധം അവർ വളർത്തിയെടുത്തു. ഈ സാഹചര്യത്തിൽ മേഖലയിൽ വളർന്നു വരുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ബന്ധം ഊഷ്മളമാക്കി നിലനിർത്താനാണ് പ്യോങ്യാങ്ങിലെ എംബസി പ്രവർത്തനം ഇന്ത്യ പുനരാരംഭിച്ചത്.